സിനിയെ കെട്ടുമ്പോ അവൻ ഒരു ആൺകൊച്ചായിരുന്നു. കുട്ടിക്കാലം പോലെ മുടി വളർത്താൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ അച്ഛനൊന്നും സമ്മതിച്ചിട്ടില്ല. അത് കാരണം കല്യാണം കഴിഞ്ഞപ്പോ ഈ സ്വാതന്ത്ര്യമായി. കുടുംബ പ്രേക്ഷകരിലോട്ട് കൂടുതലായിട്ട് എത്താനും ഒരുപാട് പേര് അങ്ങനെ എത്തിപ്പെടാനും കാരണം അമ്മയാണ്. കാരണം അമ്മ വന്നപ്പോഴാണ് നമ്മുടെ ഒരു ഫാമിലി ഓഡിയൻസിലോട്ട് പോയത്. ചെറുപ്പക്കാരുടെ കാറ്റഗറി ആയിരുന്നു. അപ്പോഴേ സ്പോട്ടിൽ തന്നെ നിനക്കൊക്കെ തകർന്നു പോയി. നെഗറ്റീവായിട്ട് കാണുന്നവര് നമ്മളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ നമ്മളെടുത്ത് ഒരു സംസാരമായിട്ട് വരെയോ നമ്മൾ അങ്ങനെയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ലേഡി വേഷം കെട്ടിയപ്പോ വന്നിട്ടുണ്ട്. ഞാൻ അവരെല്ലാം ട്രാൻസ് ആണെന്ന് വിചാരിച്ച് ഒരുപാട് കമന്റും കാര്യങ്ങളെല്ലാം ഫുള്ള് കമന്റ് ആയിരുന്നു. അവർക്ക് എന്തൊക്കെ കമന്റ് കിട്ടുന്നു അത് കംപ്ലീറ്റ് എനിക്ക് കിട്ടുന്നത്. കാരണം അവരെല്ലാം ഇന്ന് ഞാൻ പെൺവേഷം കൂടെ കിട്ടുമ്പോൾ ട്രാൻസ് ആണ്, പലരും വിചാരിച്ച ഞാൻ ട്രാൻസ് ആണ്. എന്നിട്ട് രാത്രി ബംഗാളികളൊക്കെ ഇങ്ങനെ വിളിക്കും കേട്ടോ, വീഡിയോ കോള്, ഹലോ. നമുക്ക് അത് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ നമ്പർ ഫേസ്ബുക്കിലുണ്ട്, അത് ഇങ്ങനെ വന്നു, അത് എന്നിട്ട് ഒരാണ് വിളിച്ചിട്ട് എപ്പോഴും വിളിച്ചിട്ട് പറയാ, ഇത്ര രൂപ വേണമെങ്കിലും തരാം, ഒന്ന് വരുമോ? അവസാനം ഞാൻ വൈഫിനെ കൊടുക്കാം. അപ്പൊ ഞാൻ ചേട്ടാ അതെന്റെ ഹസ്ബൻഡാണ്, എന്റെ കുട്ടിയുടെ അച്ഛനാണ് എന്ന് പറഞ്ഞിട്ട് പോലും പറഞ്ഞു അതൊന്നും സാരമല്ല, ഒരു ദിവസം കാര്യം ഒന്നും അറിയുള്ളൂ, പൈസ ഇഷ്ടംപോലെ തരാന്ന്. പക്ഷെ നമ്മളൊന്നും മനസ്സ് വെച്ചിട്ട് വേറെ ലെവലിലായിരുന്നു ഞങ്ങൾ ആ ടൈപ്പല്ല. പല ആൾക്കാരുടെ വിമർശനങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയും. അതായത് അതെ, റൂം അടച്ചിരുന്ന സത്യമാണ്, ഞാൻ കരഞ്ഞിട്ടുണ്ട് ഒരുപാട് വട്ടം. രാത്രി ഉറക്കമില്ലാതെ വിഷമിച്ചിട്ടുണ്ട്. അയ്യോ നമ്മളിങ്ങനെ പറയണം, നമ്മൾ ആക്ച്വലി നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയതല്ലേ, പക്ഷെ നമ്മൾ ആൾക്കാർക്ക് ഇഷ്ടം വരുന്നില്ലേ, അങ്ങനെ ഒത്തിരി കുറേ വട്ടം കരഞ്ഞു. കാരണം എന്നെ പറയുന്നതല്ല, എനിക്ക് അത്ര ബാഡ് കമന്റ്സ് കുറവായിരുന്നു. പക്ഷെ ചേട്ടനാണ് കൂടുതലും വന്നിട്ടുള്ളത്. കാരണം നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കണ്ടന്റ് ചെയ്യുമ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്ക് ആരുമില്ല, കൂടെ അഭിനയിക്കാനോ അമ്മ വേഷം ചെയ്യാനോ ആരുമില്ല നമുക്ക്. അപ്പൊ ചേട്ടൻ തന്നെ ആ വേഷമൊക്കെ കണ്ടന്റിന് വേണ്ടിയാണ് സ്ത്രീ വേഷം കെട്ടാൻ തീരുമാനിച്ചു. ആദ്യം തമാശക്ക് കെട്ടിയതാണ്, പിന്നെ അത് ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് വീണ്ടും പക്ഷെ അത് പിന്നെ ഒരു ട്രാൻസിന്റെ കാറ്റഗറിയിലോട്ട് പോവുകയും നമ്മളെ കാറ്റഗറിക്ക് മൊത്തം ആ അതിലോട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് അന്നാ മനസ്സിലായേ, നമുക്കിപ്പോ നോർമലായിട്ട് നിന്ന് ചിന്തിക്കുമ്പോൾ ട്രാൻസിന്റെ സംഭവം നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ അവരുടെ ആ സ്റ്റേജിലൂടെ കടന്നു പോയപ്പോൾ അവരുടെ ഉള്ള വേദന മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും അവർക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ എന്ത് ലേഡി വേഷം ഇട്ടാലും തകർത്ത് കമന്റാ, മോശമായ എല്ലാ പേരും വിളിക്കും കേട്ടോ, അവരുടെ എല്ലാ പേരും. ഇത് കാണുമ്പോ തന്നെ കമന്റ്സ് ഇടും, ഇവനൊക്കെ പണ്ട് പെൺവേഷം കെട്ടി നടന്ന് കുറെ ആൾക്കാരെ തെറിയും വിളിച്ചിടുന്നത്, അമ്മ വന്നതിന് ശേഷമാണ് ഇവരൊക്കെ നല്ല കമന്റ് വരുന്നത്. സത്യമാണ്, കാരണം പെൺവേഷം കെട്ടി ഞങ്ങൾക്ക് ആരുമില്ല.